അതെ, പെട്ടെന്ന് നമുക്കൊന്ന് മൈസൂർ പോയി വന്നാലോ? രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാട്ടോ, പക്ഷെ കുറച്ചധികം ഓഫീസ് വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ വൈകുന്നേരമായി നമ്മൾ ഇറങ്ങിപ്പോൾ. കസിൻ്റെ ഹൗസ് വാമിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ യാത്ര. മൈസൂർ പോവാന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരും 9ാം ക്ലാസ്സിലെ ടൂറാണ്. അത് 3 ദിവസത്തെ മൈസൂരും കൂർഗും ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മൈസൂർ എന്തായാലും ഉണ്ട്. അങ്ങനെ അതൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ വരിക ആദ്യം. അങ്ങനെ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കുള്ള മധുർ ടിഫാനീസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നല്ല മധുർ വടയും സുഡാന്നുള്ള കോഫിയും നല്ല ഗീ റോസ്റ്റും കഴിച്ചു. അതെ, 5 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ മൈസൂർ എത്തിയത് 8:45. അവിടെ എത്തിയപ്പോൾ ഞങ്ങളെയും കാത്തൊരാളവിടെ കാത്തിരിക്കണ്ടായിരുന്നു. ബ്രൂണോ. ഇവനെയും കൂടെ കാണാൻ വേണ്ടിയിട്ടാട്ടോ ഓടിച്ചാടി പോയത്. മൈസൂർ എത്തി. ഇനിയിപ്പോൾ യാത്രയൊന്നുമില്ല. ഗുഡ് നൈറ്റ്. അപ്പോൾ നാളെ കാണാം. ബൈ. അങ്ങനെ രാവിലെ എണീറ്റ് ഉടനെ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ട് താഴെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ അത്. ഒരാളിങ്ങനെ കാത്തുക്കുക. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂർക്ക് തിരിച്ചു. ലഞ്ച് കഴിഞ്ഞിട്ടാട്ടോ ഇറങ്ങിയത്. ഒരു 3-3:30 ആയിട്ടുണ്ടാവുമായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഏകദേശം ഒരു 8 മണി ഒക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ബാംഗ്ലൂരിൽ എത്തിയപ്പോൾ തന്നെ ഡിന്നർ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചാബി ടൈംസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നല്ലൊരു ഡിന്നറൊക്കെ കഴിച്ചു. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് പതുക്കെ അങ്ങനെ വീട്ടിലേക്ക് എത്തി. നല്ലൊരു ഡിന്നറായിരുന്നു, നല്ലൊരു ഡേ ആയിരുന്നു. ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.